എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, പേജ് നമ്പർ 146 നമ്മൾ എല്ലാവരും ഇതിൻ്റെ ടേബിൾ 6.1 അതായത് പീസസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചിറകുള്ളവ അല്ലെങ്കിൽ ഫിൻസ് ഉള്ളവ എന്ന് പറയുന്ന ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകളാണ് തുടരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരുന്ന സ്കാൽസ് ആർ ദെയർ ഇൻ ദ ബോഡി ഓഫ് സ്പീസസ് അല്ലെങ്കിൽ ഹാവിങ് ഫിൻസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചിതമ്പലുകൾ ഉണ്ട്. എന്തിലാണ്? ബോഡി ഓഫ് സ്പീസസ്. അതായത് ഈ സ്പീസസ് അല്ലെങ്കിൽ ചിറകുള്ള ജീവജാലങ്ങളിൽ എന്തുണ്ട്? ചിതമ്പലുകൾ ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഈസ് ദെയർ സ്കാൽസ് ഇൻ ദ ബോഡി ഓഫ് സ്പീസസ് എന്ന് ചോദിച്ചാൽ യെസ്, സ്കാൽസ് ആർ ദെയർ ഇൻ ദ ബോഡി ഓഫ് സ്പീസസ്. ഞാനിവിടെ ചോദ്യമായിട്ട് തന്നിട്ടില്ല എന്നേ ഉള്ളൂ. സ്പീസസ് ഹാർട്ട് ഈസ് 2 ചേംബേർഡ്. ഹൗ മെനി ചേംബേർഡ്സ് ആർ ദെയർ ഇൻ സ്പീസസ് ഹാർട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം സ്പീസസ് ഹാർട്ട് ഈസ് 2 ചേംബേർഡ്. അതായത് സ്പീസസിൻ്റെ ഹൃദയം 2 ചേംബേർഡാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ അണ്ടർലൈൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തവണ എഴുതിയിട്ടില്ല. ഓക്കെ, ഇനി 157ാമത്തെ ചോദ്യം. പീസസ് ഓൾസോ നോൺ ആസ് ഫിഷസ്. ഫിഷ് വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് സ്പീസസ് എന്ന് ചോദിച്ചാൽ ഫിഷസ് എന്ന് പറയാം. അപ്പോൾ അത് എവിടെയാണ് ജീവിക്കുന്നത്? വേർ ഡു സ്പീസസ് ഓർ ഫിഷസ് ലീവ്? സ്പീസസ് ലീവ് ഇൻ ഫ്രഷ് വാട്ടർ. അവ എന്താണ്? ശുദ്ധജലത്തിൽ ജീവിക്കുന്നു. മറിയൻ വാട്ടർ, അതുപോലെ തന്നെ കടൽവെള്ളത്തിൽ ജീവിക്കുന്നു. ആൻഡ് ബാക്കിഷ് വാട്ടർ, അതുപോലെ തന്നെ കടൽവെള്ളവും ഫ്രഷ് ജലവും അതായത് ശുദ്ധജലവും മിക്സ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിലും ജീവിക്കുന്നു. ഓക്കെ, ഇനി 158ാമത്തെ ചോദ്യം. ബാർക്കിഷ് വാട്ടർ എന്നാണ്. വാട്ട് ഈസ് ബാർക്കിഷ് വാട്ടർ? ഓക്കെ, അപ്പോൾ ബാർക്കിഷ് വാട്ടർ ഈസ് ദ വാട്ടർ ദാറ്റ് ഈസ് സോൾട്ടിയർ ദാൻ ഫ്രഷ് വാട്ടർ. അത് ഫ്രഷ് വാട്ടറിനേക്കാൾ ഉപ്പുരസം കൂടിയതാണ്. ബട്ട് നോട്ട് ആസ് സോൾട്ടി ആസ് സീ വാട്ടർ. പക്ഷേ അത് കടൽ വെള്ളത്തിൻ്റെ അത്രയും ഉപ്പ് ഉണ്ടായിരിക്കുകയുമില്ല. ഇനി അതാണ് ബാർക്കിഷ് വാട്ടർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വാട്ട് ഈസ് ബാർക്കിഷ് വാട്ടർ. ഇനി 159ാമത്തെ ചോദ്യം. ബാർക്കിഷ് വാട്ടർ ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്രഷ് ആൻഡ് സോൾട്ട് വാട്ടർ. അപ്പോൾ വാട്ട് ഈസ് ബാർക്കിഷ് വാട്ടർ എന്ന് ചോദിച്ചാൽ ബാർക്കിഷ് വാട്ടർ ഈസ് ദ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ. അതായത് ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ, അതായത് ശുദ്ധജലത്തിൻ്റെയും ഉപ്പുവെള്ളത്തിൻ്റെയും ഒരു മിക്സ്ചർ ആൻഡ് ഈസ് ഓഫൺ ഫൗണ്ട് ഇൻ ട്രാൻസിഷണൽ ഏരിയ ബിറ്റ്വീൻ ദ ടു. അത് കാണപ്പെടുന്നത് എവിടെയാണ്? ട്രാൻസിഷണൽ, അതായത് കടലും കായലും ചേരുന്ന സ്ഥലത്ത് പൊഴിമുഖങ്ങളിലാണ് അവയെ കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 160ാമത്തെ ചോദ്യം. ദ മീൻസ് ഓഫ് ലോക്കോമോഷൻ ഇൻ പീസസ് ഈസ് സ്വിമ്മിങ്. അതായത് പീസസിൻ്റെ ചലനത്തിനുള്ള ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ അവ സ്വിമ്മിങ് അല്ലെങ്കിൽ നീന്തുക എന്നുള്ളതാണ് അവയുടെ ചലനത്തിൻ്റെ ഉപാധിയായിട്ടുള്ളത്. അല്ലെങ്കിൽ ചലിക്കുന്നതിന് വേണ്ടി അവ നീന്തുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ദ മീൻസ് ഓഫ് ലോക്കോമോഷൻ ഇൻ അച്ചീവ്ഡ് ഇൻ പീസസ് ത്രൂ ദ കോർഡിനേറ്റഡ്. എങ്ങനെയാണ് ഈ ചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദ മീൻസ് ഓഫ് ലോക്കോമോഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ പീസസ് ത്രൂ ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് ദെയർ ഫിൻസ്, പർട്ടിക്കുലർലി ദ കാഡൽ ഫിൻ, അതായത് ടെയിൽ, അതായത് ടെയിലിൻ്റെയും ബാക്കിയുള്ള ഫിന്നിൻ്റെയും എന്താണ് കോർഡിനേറ്റർ മൂവ്മെൻറ്റ് കൊണ്ടാണ് മത്സ്യങ്ങൾക്ക് നീന്തുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഹൗ ദ സ്പീസസ് ക്യാൻ സ്വിം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക, അല്ലെങ്കിൽ മൂവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ദ മീൻസ് ഓഫ് ലോക്കോമോഷൻ അച്ചീവ്ഡ് ഇൻ പീസസ്. അതായത് ചലനത്തിനുള്ള ആ മാർഗം ഈ പീസസിൽ അച്ചീവ് ചെയ്ത് അല്ലെങ്കിൽ നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഓഫ്, അതായത് കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മൂവ്മെൻറ്റ്സ് ഓഫ് ദെയർ ഫിൻസ്, അവയുടെ ചിറകുകൾ കൊണ്ടും. അതുപോലെ തന്നെ ഏത് ചിറകാണ്? പർട്ടിക്കുലർലി ദ കോഡൽ ഫിൻ, അതായത് ഏറ്റവും പ്രധാനമായിട്ട് ഈ കോഡൽ ഫിൻ അല്ലെങ്കിൽ വാലറ്റത്തുള്ള ആ ചിറകുകളുടെ ചലനം കൊണ്ടാണ്. ഓക്കെ, ഇനി 162ാമത്തെ ചോദ്യം. ദ റെസിപ്പിറ്ററി ഓർഗൻ സിസ്റ്റം ഓഫ് ഫിഷ് ഓർ പീസസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗിൽസ്. അതായത് ശ്വസന പ്രക്രിയയ്ക്കുള്ള അവയവങ്ങൾ എന്താണ്? ഈ പീസസിന് അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗിൽസ് എന്നുകൊണ്ടാണ്. ഗിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചെകിള എന്നാണ്. സോ വാട്ട് ഈസ് ദ റെസിപ്പിറ്ററി ഓർഗൻ ഓഫ് പീസസ് അല്ലെങ്കിൽ ഫിഷസ് എന്ന് ചോദിച്ചാൽ അറിയാം. ദ റെസിപ്പിറ്ററി ഓർഗൻ സിസ്റ്റം ഓഫ് ഫിഷ് ഓർ പീസസ് ഈസ് ഗിൽസ്, അതായത് ചെകിള എന്നാണ് നമ്മൾ എഴുതേണ്ടത്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി 163ാമത്തെ ചോദ്യം. ആംഫിയ അല്ലെങ്കിൽ ആംഫിബിയസ്. ഓക്കെ, കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അതായത് 146ാമത്തെ പേജിൽ ഇനിയിപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആംഫിയ എന്ന് പറയുന്ന, അതായത് ടെട്രോപാഡ എന്ന, അതായത് കാലുകൾ ഉള്ള ജീവജാലങ്ങളുണ്ട് അല്ലെങ്കിൽ ലിംസ് ഉള്ള ജീവജാലങ്ങൾ. അവയിൽ ആദ്യത്തെ ഗ്രൂപ്പായിട്ട് തന്നിരിക്കുന്നതാണ് ആംഫിയ. അപ്പോൾ നമ്മൾ ആംഫിയയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഫിയ കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഇൻ വാട്ടർ ആൻഡ് ലാൻഡ്. അതായത് അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് വേർ ഡു ആംഫിയ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ എന്ന് ചോദിച്ചാൽ ആംഫിയ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ ലാൻഡ് ആൻഡ് വാട്ടർ. അവ ലാൻഡിലും വാട്ടറിലുമായിട്ടാണ് അവ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 164ാമത്തെ ചോദ്യം. ആംഫിയ ഹാസ് മോയിസ്റ്റ് ആൻഡ് സ്ലിമ്മി സ്കിൻ. അതായത് വാട്ട് കൈൻഡ് ഓഫ് സ്കിൻസ് ആംഫിയ ഹാസ് എന്ന് ചോദിച്ചാൽ ആംഫിയ ഹാസ് മോയിസ്റ്റ് ആൻഡ് സ്ലിമ്മി സ്കിൻ. ആംഫിയയ്ക്ക് മോയിസ്റ്റ്, അതായത് നനഞ്ഞതും വഴുവഴുത്തതുമായിട്ടുള്ള സ്കിന്നുകളാണ് ഉള്ളത്. ഓക്കെ, നനവുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ളതും വഴുവഴുത്തതുമായ സ്കിന്നുകളാണ് ആംഫിയയ്ക്കുള്ളത്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് സ്കിൻസ് ആംഫിയ ഹാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഫിയ ഹാസ് മോയിസ്റ്റ് ആൻഡ് സ്ലിമ്മി സ്കിൻസ്. ഓക്കെ, ഇനി
165-ാമത്തെ ചോദ്യം, ആംഫിയ ലേസ് എഗ് ഫോർ റീപ്രൊഡക്ഷൻ. സോ ഹൗ ഡു ആംഫിയ റീപ്രൊഡ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ആംഫിയ ലേസ് എഗ് ഫോർ റീപ്രൊഡക്ഷൻ. ആംഫിയ എഗ് ആണ്, അവ മുട്ടയിടുന്ന ജീവികളാണ്. ഓക്കെ, ഇനി 166-ാമത്തെ ചോദ്യം, റെസിപ്റ്ററി ഓർഗൻസ് ഓഫ് ആംഫിയ ആർ ദെയർ സ്കിൻ, ഗിൽസ് ആൻഡ് ലങ്സ്. അതായത് വാട്ട് ആർ ദ റെസിപ്റ്ററി ഓർഗൻസ് ഓഫ് ആംഫിയ എന്ന് ചോദിച്ചാൽ ഏതെല്ലാമാണ് ആംഫിയയുടെ റെസിപ്റ്ററി ഓർഗൻസ് എന്ന് ചോദിച്ചാൽ റെസിപ്റ്ററി ഓർഗൻസ് ഓഫ് ആംഫിയ ആർ, അതായത് ആംഫിയയുടെ റെസിപ്റ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് അവയുടെ സ്കിൻ, അവയുടെ തൊലിയാണ്, ഗിൽസ് അവയുടെ ചെകിളയാണ്, അതുപോലെ തന്നെ ലങ്സ് അവയുടെ ശ്വാസകോശമാണ്. അപ്പം ഈ പറയുന്നത് പോലെ ആംഫിയയുടെ ശ്വസന പ്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന അവയവങ്ങൾ ഏതെല്ലാം ഉണ്ട്? 3 എണ്ണമായിട്ടാണ് നമുക്ക് പറയാം. സ്കിന്നുണ്ട്, ഗിൽസ് ഉണ്ട്, ലങ്സ് ഉണ്ട്. ഓക്കെ, ഇനി 167-ാമത്തെ ചോദ്യം, ആംഫിയൻസ് ഹാവ് 3 ഹാർട്ട് ചേമ്പേഴ്സ്. അപ്പോൾ ഹൗ മെനി ഹാർട്ട് ചേമ്പേഴ്സ് ആംഫിയൻസ് ഹാസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ആംഫിയൻ ഹാസ് 3 ഹാർട്ട് ചേമ്പേഴ്സ്. ഓക്കെ, അത് ഏതൊക്കെയാണ്? വിച്ച് ആർ ദ 3 ഹാർട്ട് ചേമ്പേഴ്സ് ഓഫ് ആംഫിയ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതായത് 2 ആർട്രിയയും 1 വെൻട്രിക്കിളുമാണ് ആംഫിയയ്ക്കുള്ളത്. ഓക്കെ, ഇനി 168-ാമത്തെ ചോദ്യം, ആർട്രിയ ഈസ് ദ 2 അപ്പർ ചേമ്പേഴ്സ് ഇൻ ദ ഹാർട്ട്. അതായത് ആർട്രിയ എന്ന് പറയുന്നത് എന്താണ്? ആർട്രിയ ഈസ് ദ 2 അപ്പർ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട്. ഓക്കെ, വാട്ട് ഈസ് ആർട്രിയ എന്ന് ചോദിച്ചാൽ ആർട്രിയ ഈസ് ദ 2 അപ്പർ ചേമ്പേഴ്സ് ഓഫ് ദ ഹാർട്ട് വിച്ച് റിസീവ് ബ്ലഡ് ഫ്രം ദ വെയിൻസ് ആൻഡ് പുഷ് ഇറ്റ് ഇൻ ടു ദ വെൻട്രിക്കിൾ. ഈ ആർട്രിയയുടെ ഫംഗ്ഷൻ എന്താണ്? അവ എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ റിസീവ് ചെയ്യുന്നു. എവിടെ നിന്ന്? വെയിൻ. അതായത് വെയിനിൽ നിന്നും ബ്ലഡിനെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? പുഷ് ഇൻ ടു വെൻട്രിക്കിൾ, എന്നിട്ട് അതിനെ വെൻട്രിക്കിളിലേക്ക് തള്ളുന്നു. അപ്പോൾ ഈ ആംഫീബിയയ്ക്ക് ആംഫീബിയസ് എത്രയാണ്? 3 ചേമ്പേഴ്സ് ആണുള്ളത്. ആ 3 ചേമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ആർട്രിയയും 1 വെൻട്രിക്കിളുമാണുള്ളത്. ഓക്കെ, വെൻട്രിക്കിൾ എന്താണ്? വെൻട്രിക്കിൾ, വാട്ട് ഈസ് വെൻട്രിക്കിൾ എന്ന് വെച്ചാൽ വെൻട്രിക്കിൾ ഈസ് എ ചേമ്പർ ഓഫ് ദ ഹാർട്ട് വിച്ച് റിസീവ് ബ്ലഡ് ഫ്രം ആർട്രിയം. അതായത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ബ്ലഡ് എവിടെ നിന്നാണ്? ആർട്രിയത്തിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു ചേമ്പറാണ്. ആൻഡ് ഫ്രം വിച്ച് ദ ബ്ലഡ് ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു ആർട്ടറീസ്. അതിൽ നിന്നുമാണ് ബ്ലഡിനെ എങ്ങോട്ട്? ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി 170-ാമത്തെ ചോദ്യം, ദ ബ്ലഡ് പമ്പ്ഡ് ബൈ വെൻട്രിക്കിൾ ഈസ് സപ്ലൈഡ് ബൈ ദ ആർട്രിയം. അതായത് ഈ വെൻട്രിക്കിൾ സപ്ലൈ ചെയ്യുന്ന ബ്ലഡിനെയാണ് ആർട്രിയം എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്കുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു എന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി 146-ാമത്തെ പേജിൽ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ്, ആ ഭാഗത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. റിപ്റ്റൈൽസ് ഹാവ് ഡ്രൈ സ്കിൻ. വാട്ട് കൈൻഡ് ഓഫ് സ്കിൻസ് റിപ്റ്റൈൽസ് ഹാവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക റിപ്റ്റൈൽസ് ഹാവ് ഡ്രൈ സ്കിൻസ് എന്ന് എഴുതുക. ഓക്കെ, റിപ്റ്റാലിയ ഓർ റിപ്റ്റൈൽസ് സ്നേക്ക് ഡു നോട്ട് ഹാവ് നെയിൽ ഓൺ ഡിജിറ്റ്സ്. അതായത് ഡു ഓൾ റിപ്റ്റൈൽസ് ഹാവ് നെയിൽസ് ഓൺ ഡിജിറ്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക റിപ്റ്റാലിയ അല്ലെങ്കിൽ റിപ്റ്റൈൽസിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട സ്നേക്കുകൾക്ക് അല്ലെങ്കിൽ പാമ്പുകൾക്ക് മാത്രം നെയിലില്ല അല്ലെങ്കിൽ നഖം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ വിരലുകൾക്ക് അറ്റമായിട്ട് വിരലുകളും ഇല്ല, അവയ്ക്ക് നഖവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി 173-ാമത്തെ ചോദ്യം, റിപ്റ്റൈൽസ് ഹാവ് ലങ്സ് ആസ് ദെയർ റെസിപ്റ്ററി ഓർഗൻസ്. അപ്പോൾ വിച്ച് ഈസ് ദ റെസിപ്റ്ററി ഓർഗൻ ഓഫ് റിപ്റ്റൈൽ എന്ന് ചോദിച്ചാൽ റിപ്റ്റൈൽസ് ഹാവ് ലങ്സ് ആസ് ദെയർ റെസിപ്റ്ററി ഓർഗൻസ്. അവയുടെ ലങ്സ് ആണ് അവയുടെ റെസിപ്റ്ററി ഓർഗൻ ആയിട്ടുള്ളത്. ഇനി 174-ാമത്തെ ചോദ്യം, മെജോറിറ്റി ഓഫ് ദ റിപ്റ്റൈൽസ് ഹാവ് 3 ചേമ്പേർഡ് ഹാർട്ട്. അതായത് ഹൗ മെനി ചേമ്പേഴ്സ് ആർ ദെയർ ഫോർ ദ റിപ്റ്റൈൽസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക മെജോറിറ്റി ഓഫ് ദ റിപ്റ്റൈൽസ് ഹാവ്. അതായത് മിക്കവാറും എല്ലാ റിപ്റ്റൈൽസും അല്ലെങ്കിൽ എല്ലാ ഉരകങ്ങൾക്കും എന്താണുള്ളത്? 3 ചേമ്പേർഡ് ഹാർട്ട്. അതായത് 3 ചേമ്പേർഡ് ഹാർട്ടാണുള്ളത്. ഉരകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ഇഴഞ്ഞു ചെയ്യുന്ന ജീവികൾ എന്നുള്ളതാണ് അർത്ഥമായിരിക്കുന്നത്. ഓക്കെ, ഇനി 175-ാമത്തെ ചോദ്യം, ദ ഹാർട്ട് ചേമ്പേഴ്സ് ഓഫ് ദ റിപ്റ്റൈൽ കൺസിസ്റ്റ് ഓഫ് 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതായത് ഈ പറയുന്ന റിപ്റ്റൈലിൻ്റെ ഹാർട്ട് ചേമ്പേഴ്സും ഹൗ മെനി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 എണ്ണമാണുള്ളത്. സോ ഹൗ മെനി ഹാർട്ട് ചേമ്പേഴ്സ് ആർ ദെയർ ഫോർ റിപ്റ്റൈൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്റ്റൈൽസ് ഹാസ് 3 ഹാർട്ട് ചേമ്പേഴ്സ്, 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. അതായത് 2 ആർട്രിയയും 1 വെൻട്രിക്കിളുമാണ് ഉള്ളത്. ഇനി 176-ാമത്തെ ചോദ്യം, ക്രൊക്കഡൈൽ ഇൻക്ലൂഡിംഗ് ക്രൊക്കഡൈൽസ്, അലിഗേറ്റേഴ്സ് ആൻഡ് ഗാവീലിയൻസ് ഹാവ് 4 ചേമ്പേർഡ് ഹാർട്ട്സ് ലൈക്ക് ഏവസ് ആൻഡ് അനിമൽസ്. അതായത് പക്ഷേ ഈ റിപ്റ്റൈലിൻ്റെ ഗ്രൂട്ടത്തിൽ ക്രൊക്കഡൈലും അതുപോലെ തന്നെ അലിഗേറ്റേഴ്സിനും ഗാവിൽസ് എന്ന് പറയുന്ന ഈ 3 ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ ഹൃദയത്തിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. എന്തിനെ പോലെ? ഏവസ് എന്ന് വെച്ചാൽ എന്താണ്? പക്ഷികൾ. അതുപോലെ തന്നെ മാമൽസ്, ജന്തുക്കളെയും പോലെ. ബാക്കി എല്ലാ റിപ്റ്റൈൽസിനും 3 ചേമ്പർ ഉള്ളപ്പോൾ ഈ ജീവജാലങ്ങൾക്ക് മാത്രമാണ് 4 ചേമ്പർ ഉള്ളത്. ഓക്കെ, ഇനി റിപ്റ്റൈൽസ് പ്രൊഡ്യൂസ് പ്രൈമർലി ത്രൂ സെക്സ്വൽ റീപ്രൊഡക്ഷൻ വിത്ത് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഹൗ ഡു റിപ്റ്റൈൽസ് റീപ്രൊഡ്യൂസ് എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ റിപ്റ്റൈൽസ് റീപ്രൊഡ്യൂസ് പ്രൈമർലി ത്രൂ സെക്സ്വൽ റീപ്രൊഡക്ഷൻ. റിപ്റ്റൈൽസ് എന്താണ്? ലൈംഗിക ബന്ധത്തിലൂടെയാണ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. അതായത് ആ മാതാവിൻ്റെ അല്ലെങ്കിൽ ജീവിയുടെ ഉള്ളിൽ വെച്ചാണ് അവയുടെ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇനി 178-ാമത്തെ ചോദ്യം, റിപ്റ്റൈൽസ് ആർ കോൾഡ് ഒവിപ്പറസ് ബിക്കോസ് ദേ ലേ എഗ് വിത്ത് ഹാർഡ് ഷെൽസ്. അതായത്
വൈ റിപ്റ്റൈൽസ് ആർ കോൾഡ് ഒവിപ്പറസ്, എന്തുകൊണ്ടാണ് റിപ്റ്റൈൽസിനെ ഒവിപ്പറസ് എന്ന് വിളിക്കുന്നത്? അപ്പോൾ റിപ്റ്റൈൽസ് ആർ കോൾഡ് ഒവിപ്പറസ്, റിപ്റ്റൈൽസിനെ ഒവിപ്പറസ് എന്ന് വിളിക്കുന്നു കാരണം ദേ ലേ എഗ് വിത്ത് ഹാർഡ് ഷെൽസ്, അവ മുട്ടയിടുന്നു, കട്ടിയുള്ള കവചത്തോടു കൂടിയ മുട്ടയിടുന്നത് കൊണ്ടാണ് റെപ്റ്റൈൽസിനെ നമ്മൾ ഒവിപ്പറസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി 179ാമത്തെ ചോദ്യം, റിപ്റ്റൈൽസ് ഹാവ് സ്കെയിൽസ് ഇൻ ദെയർ ബോഡി. റിപ്റ്റൈൽസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ ശരീരത്തിൽ ചെതുമ്പലുകൾ ഉണ്ട്. ഡു റിപ്റ്റൈൽസ് ഹാവ് സ്കെയിൽസ് ഇൻ ദെയർ ബോഡി എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദ റിപ്റ്റൈൽസ് ഹാവ് സ്കെയിൽസ് ഇൻ ദെയർ ബോഡി. ഓക്കെ, ഇനി 180ാമത്തെ ചോദ്യം എന്താ, മെജോറിറ്റി ഓഫ് ദ റിപ്റ്റൈൽസ് ഹാവ് 3 ചേംബേർഡ് ഹാർട്ട്. അതായത് മിക്കവാറും എല്ലാ റെപ്റ്റൈൽസിനും എന്തുണ്ട്, 3 ചേംബേർഡ് ഹാർട്ട് ഉണ്ട്, കൺസിസ്റ്റിംഗ് ഓഫ് 2 ആർട്രിയ ആൻഡ് 1 വെൻട്രിക്കിൾ. ഓക്കെ, അവയ്ക്ക് എന്താണ്, അത് ഏതൊക്കെയാണ് ആ ചേംബേഴ്സ് എന്ന് പറയുന്നത്? 2 ആർട്രിയ, അതായത് 2 ആർട്രിയയും 1 വെൻട്രിക്കിളുമാണ് ഉള്ളത്. എക്സെപ്റ്റ് ക്രൊക്കഡൈൽസിന് മാത്രം 4 എണ്ണം ഉണ്ട്, 4 ചേംബേഴ്സ് ഉണ്ട്. ബാക്കി എല്ലാ റിപ്റ്റൈൽസിനും 3 ചേംബേഴ്സേ അവയുടെ ഹാർട്ടിനുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് വീഡിയോ.